ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു MA സീരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിലെ MA ഹിസ്റ്ററി സെക്കൻഡ് ഇയറിലെ MHI 010 എന്ന കോഴ്സിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ വാട്ട് ഈസ് urban ഹിസ്റ്ററി. ഈ യൂണിറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഈസ് urban ഹിസ്റ്ററി, urbanism ആൻഡ് കമ്പാരറ്റീവ് മെത്തേഡ്. അതുപോലെ വേറെ നമുക്ക് വരുന്നത് ഷോർട്ട് എസ്സേക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മോഡേൺ സ്റ്റഡീസ് ഓഫ് urbanism, ഹെൻറി പെയർനെ ആൻഡ് മാക്സ് വെബർ. സ്റ്റഡി ഓഫ് urbanism ഇൻ USA. യുടെ USA അങ്ങനെ ചോദിക്കാതെ ചിക്കാഗോ സ്കൂൾ എക്സ്പെരിമെൻറ്റ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി ഓഫ് urbanism അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് urban ഹിസ്റ്ററീസ് ആൻഡ് കൾച്ചറൽ ടേൺ. ഇത്രയാണ് ഈ ഒരു. ഇനി സെക്കൻഡ് യൂണിറ്റ് അപ്രോച്ച് ടു ദി സ്റ്റഡി ഓഫ് ആൻഷ്യൻറ്റ് സിറ്റീസ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദ ഏർലി ഹിസ്റ്റോറിക് സിറ്റീസ്. അതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏർലി ഹിസ്റ്റോറിക് സിറ്റീസ് ഇൻ ടെക്സ്റ്റ് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ദ ഏർലി ഹിസ്റ്റോറിക് സിറ്റീസ് ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തേർഡ് യൂണിറ്റ് അപ്രോച്ച് ടു ദി സ്റ്റഡി ഓഫ് മെഡീവൽ urbanization. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെർസെപ്ഷൻസ് ഓൺ മെഡീവൽ ഇന്ത്യൻ സിറ്റീസ്. പിന്നെ നമുക്ക് വരുന്നത് പോർച്ചുഗീസ് സിറ്റീസ് പോളിസ് ഗാർക്കിക്. ഇതുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഫോർത്ത് യൂണിറ്റ് തീംസ് ഓൺ മോഡേൺ സിറ്റീസ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്പേസ് ആൻഡ് urban തിയറി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വേരിയസ് തിയറീസ് ഓഫ് സ്പേസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ലെഫ്റ്റിയർ നോഷൻസ് ഓഫ് സ്പേസ്. ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഈ സ്പേസ് ആൻഡ് urban തിയറിയാണ് വരുന്നത്. ഇത്രയാണ് ഇത്. ഇനി ഫിഫ്ത്ത് യൂണിറ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഏർലി urbanism. ഇവിടെ urban ഒറിജിൻസ്, അതുപോലെ ദ എൻഡ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ്. എൻഡ് ഓഫ് ദി ഹാരപ്പൻ സിറ്റീസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻറ്റ്. ഇനി സിക്സ്ത് യൂണിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മോർഫോളജി ഓഫ് ഹാരപ്പൻ സെറ്റിൽമെൻറ്റ് എന്ന ഈ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോർഫോളജി ഓഫ് ഹാരപ്പൻ സിറ്റീസ്. അതുപോലെ ദ ഇഷ്യൂ ഓഫ് പ്ലാനിങ്. ഇത് ഷോർട്ടേജ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ ദ യൂസ് ഓഫ് സ്പേസ് നോൺ ഡൊമസ്റ്റിക് ഷോർട്ടേജ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ദ യൂസ് ഓഫ് സ്പേസ് ഡൊമസ്റ്റിക്, ഇതും ഷോർട്ടേജ് ആണ്. ഇനി ദ യൂസ് ഓഫ് സ്പേസ് നോൺ ഡൊമസ്റ്റിക് ആൻഡ് ഡൊമസ്റ്റിക്, അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സെവൻത്ത് യൂണിറ്റ് ഹാരപ്പൻ ഇക്കോണമി ആൻഡ് ഒക്യുപ്പേഷൻ. ഇവിടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ മാത്രമേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. എയ്ത്ത് യൂണിറ്റ് ഹാരപ്പൻ urban സൊസൈറ്റീസ്. ഇവിടെ ബറിയൽ പ്രാക്ടീസസിനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കേട്ടോ. ഇനി നയൻത്ത് യൂണിറ്റ് കേസ് സ്റ്റഡി ഓഫ് മേജർ urban സെൻറ്റർ മൊഹൻജദാരോ. ഇത് മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദി സിറ്റി ഓഫ് മൊഹൻജദാരോ അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിലെ ലേഔട്ട്, പബ്ലിക് ആർക്കിടെക്ചർ, മൊഹൻജദാരോ ഹൗസസ്, ക്രാഫ്റ്റ് വർക്കിംഗ് അറ്റ് മൊഹൻജദാരോ, ഇത്രയും പോയിൻറ്റ്സ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുപോലെ ഷോർട്ടേജ് ആയിട്ട് ലേഔട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ആർക്കിടെക്ചർ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. 10th യൂണിറ്റ് ആർക്കിയോളജി ഓഫ് ഏർലിയർ ഹിസ്റ്റോറിക് urban സെൻറ്റേഴ്സ് ഇൻ നോർത്ത് ഇന്ത്യ, എമർജൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ യൂണിറ്റിൽ എമർജൻസ് ഓഫ് ഏർലി ഹിസ്റ്റോറിക് urban സെൻറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ഹിസ്റ്റോറിക് urban സെൻറ്റർ. ഇനി 11th യൂണിറ്റ് ആർക്കിയോളജി ഓഫ് എമർജൻസ് ഓഫ് ഏർലി സിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ഹിസ്റ്റോറിക് urban സെൻറ്റർ സൗത്ത് ഇന്ത്യ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി ഹിസ്റ്റോറിക്കൽ urban സെൻറ്റേഴ്സ് ദ ഡെക്കാൻ. ഇതാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചത്. 12th യൂണിറ്റ് urban സെൻറ്റേഴ്സ് ആൻഡ് അതേഴ്സ് ടൈപ്സ് ഓഫ് സ്പേസസ്. ഇവിടെ ജനപദ അതുപോലെ മഹാജനപദ, ഇത് രണ്ടുമാണ് ഇവിടെ. സിറ്റീസ് ഇൻ ടെക്സ്റ്റ് 13th യൂണിറ്റ്. ഇവിടെ റെപ്രസെൻറ്റേഷൻ ഓഫ് സിറ്റീസ് ഇൻ അർത്ഥശാസ്ത്ര ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ സിറ്റി ഇൻ കാവ്യാസ്. 14th യൂണിറ്റ് ഏർലി ഹിസ്റ്റോറിക് സിറ്റീസ് ഇൻ തക്ഷശില വാലി ആർക്കിയോളജിക്കൽ പെർസ്പെക്ട്. ഈ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിറ്റീസ് ഇൻ തക്ഷശില വാലി, അതുപോലെ ബിർ മൗണ്ട് ഷോർട്ടേജ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ദ പാർത്തിയൻ സിറ്റി അറ്റ് സർക്കാപ്പ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാർത്തിയൻ സിറ്റി സർക്കാപ്പ്. അതുപോലെ ദ കുഷൻ സിറ്റി അറ്റ് സിർക്കുഷ്, ഇതും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ വേറെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിർമൗണ്ട് ആൻഡ് സിർക്കുഷ് വിത്ത് സിർക്കാപ്പ് അങ്ങനെയും, അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിർമൗണ്ട് വിത്ത് സിർക്കാപ്പ് ആൻഡ് സിർക്കുഷ്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സിർക്കാപ്പും സിർക്കുഷും മസ്റ്റായിട്ട് റീഡ് ചെയ്യുക. അതുപോലെ ബിർമൗണ്ട് ഈ ഒരു യൂണിറ്റിൽ. 15th യൂണിറ്റ് ഓർഗനൈസേഷൻ ഇൻ പോസ്റ്റ് കുത്ത പീരീഡ് ആർക്കിയോളജിക്കൽ എവിഡൻസ്. ഈ ഒരു യൂണിറ്റും ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഡി ഓർഗനൈസേഷൻ ഒരു മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അർബനിസം ഫ്രം ടെക്സ്റ്റ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ. അതുപോലെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈസ്റ്റേൺ ഇന്ത്യ. അതുപോലെ ക്യാരക്ടർ ഓഫ് അർബനിസം. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്, മുഴുവനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 16th യൂണിറ്റ് ഏർലി മെഡീവൽ ഓർഗനൈസേഷൻ ഫ്രം എപ്പിഗ്രാഫി ആൻഡ് ടെക്സ്റ്റ്. ഈ യൂണിറ്റിൽ ദ പ്രൊലിഫറേഷൻ ഓഫ് ലാൻഡ് ഗ്രാൻസ് ആൻഡ് ദ urban decay. അതുപോലെ വരുന്നത് ടെമ്പിൾസ് ആൻഡ് ഓർഗനൈസേഷൻ. 17th യൂണിറ്റ് സുൽത്താനേറ്റ് ആൻഡ് ഇറ്റ്സ് സിറ്റീസ്. ഇവിടെ ഡിബേറ്റ്. അതുപോലെ ദ പ്രോസസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് സുൽത്താനേറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. പിന്നെ 18th യൂണിറ്റ് റീജിയണൽ സിറ്റീസ്. ഇവിടെ ജോൺപൂർ, അതുപോലെ ഗൗഡ് ആൻഡ് പാണ്ഡ്വ. ഇത് ഷോർട്ടേസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ലോങ്ങസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ 2-3 റീജിയണ് കമ്പയർ അല്ലെങ്കിൽ സിമിലാരിറ്റി അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട് കേട്ടോ. അതുപോലെ വേറെ വരുന്നത് കൽപ്പി, അഹമ്മദാബാദ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗുൽബർഗ. 19th യൂണിറ്റ് ടെമ്പിൾ ടൗൺസ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. എവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എമർജൻസ് ഓഫ് ടെമ്പിൾ ടൗൺസ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെമ്പിൾ ടൗൺ. കേസ് സ്റ്റഡി കാഞ്ചിപുരം. കാഞ്ചിപുരമാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ക്വസ്റ്റ്യനുമാണ്. 20th യൂണിറ്റ് സദേൺ ഡയമെൻഷൻസ് ദ ഗ്ലോറി ഓഫ് വിജയനഗര. ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻസ് ദ urban പ്രോസസ് ഓഫ് ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ്. അതുപോലെ ദ സിറ്റി ലേഔട്ട് ബിൽഡിങ്സ് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് വിജയനഗര അങ്ങനെ ചോദിക്കാം. യൂണിറ്റ് 21 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടില്ല. ഇനി യൂണിറ്റ് 22 ദ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുഗൾ സിറ്റീസ്. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മുഗൾ സിറ്റീസ് എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അതിൻ്റെ പവർ ആൻഡ് അതോറിറ്റി, അതുപോലെ ബ്യൂറോക്രാറ്റിക് സിറ്റീസ്, ക്യാമ്പ് സിറ്റീസ്, റൂറൽ അർബൻ കണ്ടിന്യൂം, ലാൻഡ്സ്കേപ്സ്, അതുപോലെ ഗാർഡൻസ് ഇൻ മുഗൾ സിറ്റീസ്, പോപ്പുലേഷൻ ഇൻ മുഗൾ സിറ്റി. ഇത്രയും കണ്ടന്റ് നമുക്ക് ഉൾപ്പെടുത്തി ഒരു ലോങ് എസ്സേക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു. 23rd യൂണിറ്റ് അർബൻ പാറ്റേൺസ് ഇൻ മെഡീവൽ ഡെക്കാൻ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗോൾക്കൊണ്ട, അതുപോലെ ബീജാപ്പൂർ. ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഇൻ സിറ്റീസ് ഓഫ് ഡെക്കാൻ. 24th യൂണിറ്റിലും നമുക്ക് ഇതുവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി 25th യൂണിറ്റ് പ്രൈം സിറ്റീസ് ആഗ്ര, ഫതഹ്പൂർ സിക്രി, ഷാജഹാനാബാദ്. ഇത് ആഗ്ര, ഫതഹ്പൂർ സിക്രി, ഷാജഹാനാബാദ് കമ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ആഗ്ര സ്വന്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഷാജഹാനാബാദ് സ്വന്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഫതഹ്പൂർ സിക്രി സ്വന്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 26th യൂണിറ്റ് സീക്രട്ട് സിറ്റി സ്പേസ് അജ്മീർ, ബനാറസ്, പന്തർപൂർ. ഇവിടെ അജ്മീർ ഇമ്പോർട്ടൻ്റ് ആണ്. ബനാറസ് അതുപോലെ പന്തർപൂറും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 27th യൂണിറ്റ് ദ കേസ് സ്റ്റഡി മസൂലിപട്ടണം. ഇവിടെ പോർട്ട് ആൻഡ് ദ സിറ്റി ലിങ്കേജ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 28th യൂണിറ്റ് ക്യാപിറ്റലിസം, കൊളോണിയലിസം ആൻഡ് സിറ്റീസ് ഇൻ ഏർലി മോഡേൺ ഇന്ത്യ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ മെർച്ചൻറ്റ് കമ്പനീസ് ആൻഡ് ദ സിറ്റീസ് ഇൻ ദ കച്ച്, ഗുജറാത്ത് റീജിയൻ. അതുപോലെ മാൻഡ്വി ഷോർട്ടേജ് ആയിട്ട് ചോദിച്ചു. മുന്ദ്ര, മാൻഡ്വി ആൻഡ് മുന്ദ്ര കമ്പയർ അങ്ങനെ വന്നിട്ടുണ്ട്. മുന്ദ്ര സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. ഇത്രയാണ്. ഇനി 29th യൂണിറ്റ് ദ പോർട്ട് സിറ്റീസ് 16th to 18th സെഞ്ച്വറി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂറത്തിൻ്റെ ഓറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് സൂറത്ത് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സൂറത്ത് സ്വന്തമായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ കൊച്ചിൻ ഫീച്ചേഴ്സുകൾ. പിന്നെ ഗോവ ചോദിച്ചിട്ടുണ്ട്. അതിൽ എമർജൻസ് ഓഫ് പോർട്ട് ഓഫ് ഗോവ, പോർച്ചുഗീസ് സിറ്റി ഇൻ പ്രോസസിങ് ഓഫ് മേക്കിംഗ്. ഇനി 30th യൂണിറ്റ് സിറ്റീസ് ഇൻ ദ 18th സെഞ്ച്വറി വൺ. ഇവിടെ ധാക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പട്ന, അഹമ്മദാബാദ്. അതുപോലെ അഹമ്മദാബാദ് മറ്റേ ചാപ്റ്ററിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഹമ്മദാബാദ് നമ്മൾ റീഡ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം നമുക്ക് അതിൽ നിന്നും ഇതിൽ നിന്നും ഒക്കെ മിക്സ്ഡായിട്ട് ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. 31st യൂണിറ്റ് സിറ്റീസ് ഇൻ 18th സെഞ്ച്വറി 2.
ഇവിടെ മുർഷിദാബാദ്. ഇവിടെ കോൺട്രിബ്യൂഷൻ ഓഫ് ജഗത് സേത് ദ സിറ്റി ഓഫ് മുർഷിദാബാദ് അങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജഗത് സേതിനൊക്കെ നമുക്ക് ഈ മുർഷിദാബാദിൻ്റെ ഈ ഒരു ഇതിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പരാമർശിക്കുന്നത് കാണാം. അപ്പം ഫസ്റ്റായിട്ട് അത് റീഡ് ചെയ്യാം. ഹൈദരാബാദ് അതുപോലെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ. അതുപോലെ പൂന. ഇവിടെ വുഡ് ഇറ്റ് ബി ജസ്റ്റിഫൈഡ് ടു സേ ദാറ്റ് ദ പെഷവാസ് were indispensable to the planning of പൂന സിറ്റി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലാഹോർ. അതും 32nd യൂണിറ്റ് കേസ് സ്റ്റഡി ലക്നൗ. ഇവിടെ പൊളിറ്റിക്കൽ പവേഴ്സ് ഓഫ് ദി നവാബ്സ് ആൻഡ് ബീഗംസ് ഓഫ് അവധ്. അതുപോലെ ദ മുഗൾ നവാബി യൂറോപ്യൻ ആർക്കിടെക്ചറൽ ലിഗസി ഓഫ് ലക്നൗ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ചേഞ്ചസ് ഇൻ ലേഔട്ട് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലക്നൗ. അതുപോലെ ദ കൊളോണിയൽ ബിൽഡ് ഹെറിറ്റേജ് ഷോർട്ടേഴ്സ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ റീ എമർജൻസ് ഓഫ് ലക്നൗ ഇൻ ദ 33 ഡിപ്പെൻഡൻറ്റ് അർബനൈസേഷൻ ആൻഡ് ന്യൂ urban ഫോംസ് ഇൻ കൊളോണിയൽ ഇന്ത്യ. ഈ ഒരു യൂണിറ്റും ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാൻറ്റോൺമെൻറ്റ്സ്, ഇറിഗേഷൻ ആൻഡ് കനാൽ കോളനീസ്, റെയിൽവേസ് ആൻഡ് റെയിൽവേ ടൗൺസ്, ഹിൽ സ്റ്റേഷൻ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ 34th യൂണിറ്റ് റേസ് ക്ലാസ് എത്നിസിറ്റി ഇൻ കൊളോണിയൽ സിറ്റി. ഇവിടെ ഫ്രം പോർട്ട് ടു പ്രസിഡൻസി ടൗൺ അങ്ങനൊരു ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റേസ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഇൻ ദ ഡിവൈഡഡ് സിറ്റി. ഈ ഒരു ഡിവൈഡഡ് സിറ്റി ക്വസ്റ്റ്യന് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടു. 35th യൂണിറ്റ് ദ സിറ്റി ഓഫ് ദ സൈറ്റ് ഓഫ് സ്പെക്ടക്കിൾസ്. ഇവിടെ പ്ലാനിങ് ആൻഡ് ഇമ്പീരിയൽ സിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ പിന്നെ ഒരുപാട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മറ്റു ഇമേജുകളും ഒക്കെയാണ് പഠിക്കാനുള്ളത്. 36th യൂണിറ്റ് ദ സിറ്റി ആസ് ദ സൈറ്റ് ഓഫ് മൂവ്മെൻറ്റ്. ഇവിടെ എലൈറ്റ് സിറ്റി സ്പേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിറ്റീസ് ആസ് സൈറ്റ്സ് ഓഫ് റിലീജിയസ് ഐഡൻറ്റിറ്റീസ് ഇത് ഇമ്പോർട്ടൻ്റ്. 37th യൂണിറ്റ് മോഡേണിറ്റി ആൻഡ് സിറ്റി ഇൻ കൊളോണിയൽ ഇന്ത്യ. ഇവിടെ ഇത് ഇന്ത്യൻ എൻഗേജ്മെൻറ്റ് വിത്ത് മോഡേണിറ്റി. 38th യൂണിറ്റ് സിറ്റി പ്ലാനിങ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ഇവിടെ ദ മിക്സഡ് റിസൾട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ് ഈ ഒരു ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റ്. അതുപോലെ 20th സെഞ്ച്വറി നാഷണലിസം, പാട്രിക് ഗഡ്സ് ആൻഡ് ദ റീതിങ്കിങ് ഓഫ് ദി ടൗൺ പ്ലാനിങ്. ഇത് 39th യൂണിറ്റ് പ്രിഡിക്കാമെൻറ്റ്സ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ സിറ്റി. ഇവിടെ ഇൻഡിപെൻഡൻസ് ഓർ പാർട്ടീഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ന്യൂ ഇംപീറ്റസ് ടു urban പ്ലാനിങ്, ക്രിറ്റിക്സ് ഓഫ് 40th യൂണിറ്റ് കേസ് സ്റ്റഡി ബോംബെ. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രോസസ് ബൈ വിച്ച് ബോംബെ ഐലൻഡ് വർ കൺവേർട്ടഡ് ഇൻ ടു യൂണിഫൈഡ് urban സെൻറ്റർ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ദ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ഏർലി ബോംബെ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്, മുഴുവനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു MHI 010 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ടോപ്പിക്സ് നമ്മൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യുക. അതുപോലെ ഓരോ യൂണിറ്റിൻ്റെയും ഇൻട്രൊഡക്ഷനും സമ്മറിയും, അതുപോലെ ഓരോ ബ്ലോക്കിൻ്റെ ഒരു സമ്മറി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യുന്നത് നമുക്കൊരു ഈ ഒരു പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തു നമുക്കിനി ഓർമ്മയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പോലും എക്സാമിന് നമ്മളിത് ഈ സമ്മറി ഇൻട്രൊഡക്ഷനും കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പം മസ്റ്റായിട്ട് ഇത്രയും റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.